ഞാൻ ഒറ്റക്ക് സിനിമക്ക് പോവാ. സൂഫി എന്താ സിനിമക്ക് വരാത്ത? പക്ഷെ എനിക്ക് നല്ല മൂടുണ്ട്, ഞാൻ സിനിമക്ക് പോവാണ്. ഈ സിനിമക്ക് പോകേണ്ട കാര്യത്തിൽ എനിക്കൊരു കൂട്ട് വേണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. സൂഫിക്ക് സിനിമനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും എൻ്റെ കൂടെ എല്ലാ സിനിമക്കും വരെ. പക്ഷെ ഇന്ന് സൂഫി കുറച്ച് ബിസി ആയിരുന്നു. അപ്പൊ എന്നാ എനിക്ക് സിനിമക്ക് പോകണമെന്നുണ്ട്. അപ്പൊ സൂഫി ചോദിച്ചു എനിക്ക് ഒറ്റക്ക് പോകണമെങ്കിൽ പോവാം. ആൻഡ് ഐ വാസ് ലൈക്ക് വൈ നോട്ട്. ഈ സിനിമ എന്നുള്ളത് എൻ്റെ ലൈഫിൽ വലിയൊരു എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ ഞങ്ങൾ റിലേഷൻഷിപ്പിലായ സമയത്ത് എൻ്റെ മനസ്സിൽ ഈ വരുന്ന സിനിമക്കൊന്നും ഞങ്ങൾ പോകില്ല. എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നല്ലൊരു സിനിമ തന്നെ രണ്ടാളും ഒരുമിച്ച് പോയിരുന്നു കാണണമെന്ന്. അങ്ങനെ ഒരു സിനിമക്ക് കയറി. ഈ കയറിയ സമയത്ത് ഫസ്റ്റ് ഹാഫ് ആവുന്നതിന് മുമ്പ് സൂഫി കിടന്നുറങ്ങുന്നു. എൻ്റെ നെഞ്ചങ്ങ് തകർന്നു പോയി. കാരണം ഇത്രത്തോളം സിനിമനെ ഇഷ്ടപ്പെടുന്ന എനിക്ക് കിട്ടിയ പാർട്ട്ണർ ഫസ്റ്റ് ഹാഫ് എത്തുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോയി. ഇന്ന് എനിക്കതൊരു കോമഡി ആണെങ്കിലും അന്ന് എനിക്കതൊരു ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ എങ്ങനെ സൂഫിയായിട്ട് സിനിമ എൻജോയ് ചെയ്ത് കാണുന്നായിരുന്നു എന്റെ ടെൻഷൻ. ബട്ട് സ്ലോലി സൂഫി സിനിമനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, ഒരേ ഇൻട്രസ്റ്റ് ആവുക എന്നുള്ളതിലൊന്നും വലിയ കാര്യമില്ല. നമ്മുടെ ഇൻട്രസ്റ്റിനെ റെസ്പെക്ട് ചെയ്യുന്ന, മനസ്സിലാക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവണം. അതിലാണ് കാര്യം. ഞാൻ ഊബർ വിളിച്ച് പോവാന്ന് പറഞ്ഞതാ. പക്ഷെ സൂഫിനെ ഡ്രോപ്പ് ചെയ്തു, പിക്ക് ചെയ്തു. അതിനിടയിൽ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദ മെയിൻ പാർട്ട് സൂഫിക്ക് ഞാൻ നരേറ്റ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദി മൊമെന്റ് ആ ഫുൾ സ്റ്റോറി നരേറ്റ് ചെയ്യാൻ. ഇതുപോലെ സിനിമ കൊള്ളാം. ഞാൻ ഓടിച്ചെന്ന് സൂഫിയും മിസ്റ്റേറ്റ് എന്ന് പറഞ്ഞപ്പോഴൊന്നും സമാധാനമായത്. അപ്പൊ ഓക്കെ ബൈ.